സ്കൂൾ ടീച്ചറായിരുന്ന കാതുമുത്തുവിനെ എല്ലാവരും കുതിരമുട്ട എന്ന വട്ടപ്പേരിട്ട് കളിയാക്കി വിളിക്കാൻ തുടങ്ങുന്നതോടെ അദ്ദേഹത്തിന്റെ മകനായ ഹാപ്പിയെയും എല്ലാവരും ജൂനിയർ കുതിരമുട്ട എന്ന് വിളിച്ചു കളിയാക്കുന്നു. ഇതുകൊണ്ട് തന്നെ അവൻ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയും അവനോട് എസ് പറയുന്നില്ല. കുതിരമുട്ടയുടെ മരുമകളായിട്ടോ ജൂനിയർ കുതിരമുട്ടയുടെ ഭാര്യയായിട്ടോ അവർക്ക് വരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് എല്ലാവരും അവനെ റിജക്ട് ചെയ്യുന്നു. അതോടെ തന്നെയും തന്റെ ഫാമിലിയും അറിയാത്ത വേറൊരു നാട്ടിൽ പോയി സുന്ദരിയായ ഒരു പെൺകുട്ടിയെ പ്രേമിക്കണമെന്ന് കരുതി അവൻ ജോലിക്കായി ബാംഗ്ലൂരിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് അവന്റെ ടീം ലീഡറായ കാവ്യ എന്ന പെൺകുട്ടിയുമായി അവൻ ഇഷ്ടത്തിലാവുന്നു. കാവ്യ ആകട്ടെ അവളുടെ ബർത്ത്ഡേക്ക് അവനെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. അവൾ വളരെ റിച്ച് മോഡേൺ ഫാമിലിയിൽ നിന്നുമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ലിവിംഗ് സ്റ്റൈലൊക്കെ കാണുമ്പോൾ ഹാപ്പിക്ക് അവരുടെ ഫാമിലിയുമായി താൻ ചേരുമോ എന്നൊക്കെ തോന്നുന്നുണ്ട്. ഇതേസമയം കാവ്യ ആകട്ടെ വെറൈറ്റി ആയിട്ട് സിഗരറ്റ് ഒക്കെ വെച്ച് അവനെ പ്രപ്പോസ് ചെയ്യുന്നു. അവളുടെ അച്ഛനും അവന്റെ ഫാമിലിയെ മീറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്നതോടെ ഹാപ്പി കൂടുതൽ ടെൻഷനിലാവുന്നു. അവന്റെ ഫാമിലിയും അച്ഛനെയും കാണുമ്പോൾ അവൾ ഇട്ടിട്ട് പോകുമോ എന്ന് അവൻ ചിന്തിക്കുന്നുണ്ട്. എന്നിരുന്നാലും അവൻ വീട്ടിലെ കാര്യം പറയുന്നു. അവന്റെ അച്ഛനാകട്ടെ കുടുംബക്കാരെ മുഴുവൻ വിളിച്ചുകൊണ്ടാണ് അവിടേക്ക് പോകുന്നത്. ഗ്രാമത്തിൽ നിന്ന് വന്നവരായതുകൊണ്ട് തന്നെ അവരുടെ രീതികളൊന്നും കാവ്യയുടെ ഫാമിലിക്ക് ഇഷ്ടമാവുന്നില്ല. ഇതിന്റെ പേരിൽ കാവ്യയും ഹാപ്പിയുമായി വഴക്കിലാവുന്നുണ്ട്. പിന്നീട് ഹാപ്പിയുടെ അച്ഛൻ വന്ന് തന്റെ ഇത്ര നാളത്തെ സമ്പാദ്യവും സ്വത്തുമൊക്കെ എത്രയുണ്ടെന്നും കാവ്യയുടെ ഫുൾ ഫാമിലി ഇരിക്കുമ്പോൾ വന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ അദ്ദേഹത്തിന് കുറെ സ്ഥാപനങ്ങളും സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. കോട്ടിട്ടാൽ മാത്രമേ കാശുള്ളവനാവൂ എന്നൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ് മാസ് ഡയലോഗൊക്കെ അടിച്ച് അദ്ദേഹം അവിടുന്ന് പോകുന്നു. അതോടെ കാവ്യയുടെ ഫാമിലിയും ഹാപ്പിയുടെ ഫാമിലിയും തമ്മിൽ വഴക്കിലാവുന്നുണ്ട്. കാവ്യയും ഹാപ്പിയും തമ്മിൽ രണ്ട് ഫാമിലിയും ഒന്നാക്കാൻ നോക്കുന്നു. അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ മുഴുവനായി മാറുന്നില്ലെങ്കിലും മക്കളുടെ സന്തോഷത്തിനായി അവരെ കല്യാണം കഴിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഹാപ്പിയും കൂട്ടി കാവ്യയും അവരുടെ ഫാമിലി യുഎസിലേക്ക് പോകാൻ ഫ്ലൈറ്റ് കയറുന്നു. ഹാപ്പി കുഞ്ഞായിരിക്കുമ്പോൾ താജ്മഹൽ കാണണമെന്ന് വാശി പിടിച്ച് അവന്റെ അച്ഛനും അവനും ട്രെയിനിൽ പോകാനായി ഇരിക്കുമ്പോഴാണ് ടിക്കറ്റ് ഇല്ലാതെ വന്ന ഒരു കപ്പിളിനെ കാണുന്നത്. അയാൾക്ക് അത്യാവശ്യമായി ഡൽഹിയിൽ പോകണം, അവിടെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, ഈ ട്രെയിൻ പോയാൽ വേറെ ഇല്ലെന്നൊക്കെ പറഞ്ഞ് ഗർഭിണിയായ ഭാര്യയുമായി കരയുന്നത് കാണുന്ന ഹാപ്പിയുടെ അച്ഛനാവട്ടെ അവരുടെ ടിക്കറ്റ് കൊടുക്കുന്നു. താജ്മഹലിൽ പിന്നീട് ഫ്ലൈറ്റിൽ കൊണ്ടുപോകാമെന്ന് ഹാപ്പിക്ക് വാക്കും കൊടുക്കുന്നുണ്ട്. ഇതോർത്ത് കരയുന്ന ഹാപ്പിയെയും കൂട്ടി കാവ്യയുടെ അച്ഛൻ തിരികെ ഹാപ്പിയുടെ വീട്ടിലെത്തുന്നു. സത്യത്തിൽ ടിക്കറ്റ് ഇല്ലാതെ വന്നത് കാവ്യയുടെ അച്ഛനും അമ്മയുമായിരുന്നു. അന്ന് ഹാപ്പിയുടെ അച്ഛൻ അവർക്ക് ടിക്കറ്റ് കൊടുത്തുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ നിലയിൽ അവർ നിൽക്കുന്നത്. ഇതൊക്കെ പറഞ്ഞ് രണ്ടു കുടുംബങ്ങളും ഒന്നാവുന്നത് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു.